കമിഴ്ന്ന് കിടക്കുക. കൈകൾ രണ്ട് വശങ്ങളിലായി വെച്ച് സാവകാശം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഭുജംഗാസനം ചെയ്യുകയാണ്. കൈകൾ ഷോൾഡറിന് താഴെയായിട്ട് ഇരിക്കട്ടെ. താടി നിലത്ത് വെക്കുക. കാലുകൾ അടുപ്പിച്ച് വെക്കുക. കൈയുടെ ഒരം ഉയർന്നു നിൽക്കണം. ശ്വാസമെടുക്കുമ്പോൾ തലയും ചെസ്റ്റും കഴുത്തും മുകളിലോട്ട് ഉയർത്തുക. ഭുജംഗാസനം എന്ന് പറഞ്ഞാൽ, ഭുജംഗം എന്ന് പറഞ്ഞാൽ കോബ്രയാണ്. ഒരു കോബ്രയെ പോലെ മുകളിലേക്ക് ഉയരുക. കൈകൾ നിലത്ത് തന്നെ ഇരിക്കട്ടെ, കൈപ്പത്തുകൾ നിലത്തിരിക്കട്ടെ. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരാം. വീണ്ടും ശ്വാസം എടുക്കുന്നു. കൈകൾ അവിടെ തന്നെ. ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക് പോകുന്നു. നന്നായി. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരുന്നു. ഇനി കൈകൾ ഫേസിനടിയിലായിട്ട്, മുഖത്തിനടിയിലായി ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ച് ഒരു വശത്തേക്ക് ചെരിഞ്ഞ്, ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നോളൂ. ശരീരം നന്നായി റിലാക്സ് ചെയ്യട്ടെ. ഭുജംഗാസനം 2, 3, 4 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതും ആദ്യ ഘട്ടങ്ങളിൽ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുക. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരിക. നല്ല പ്രാക്ടീസ് ആയതിനു ശേഷം മുകളിലേക്ക് ഉയർന്ന് ആ പോസ്ചറിൽ ആയിരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം 4-5 പ്രാവശ്യം ചെയ്യാം. നട്ടല് സംബന്ധമായ പ്രശ്നമുള്ളവർക്ക്, നടുവേദനയുള്ളവർക്ക്, ശ്വാസോച്ഛ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ഭുജംഗാസനം വളരെ നല്ലതാണ്. അടുത്തത് ശലഭാസനമാണ്. കൈകൾ തൊടയുടെ അടിയിലായിട്ട് കമിഴ്ത്തി വെക്കുന്നു. കമിഴ്ത്തി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മലർത്തിയായാലും വെക്കാം. താടി നിലത്ത് വെക്കുന്നു. കാലുകൾ ചേർത്ത് വെക്കുന്നു. അർദ്ധശലഭാസനം. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ മുകളിലേക്ക് ഉയർത്തുന്നു. സ്ട്രെയിൻ ചെയ്യാതെ, ബുദ്ധിമുട്ടാതെ പറ്റുന്നിടത്തോളം ഉയർത്തുക. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരുന്നു. അതുപോലെ തന്നെ ശ്വാസം എടുക്കുമ്പോൾ ഇടതുകാല് മുകളിലോട്ട് ഉയർത്തുന്നു. താടി നിലത്ത് തന്നെ ഇരിക്കട്ടെ. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരുന്നു. ഇതും ഓരോ കാലും ആവർത്തിക്കുക. സാവകാശത്തിൽ ആവർത്തിക്കുന്നു. ആന്തരിക അവയവങ്ങളായ ലിവർ, കിഡ്നി, പാൻക്രിയാസ്, കുടൽ, ഇങ്ങനെയുള്ള സ്റ്റൊമക്ക് സംബന്ധമായ എല്ലാ അവയവങ്ങൾക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തചംക്രമണം നന്നായി നടക്കുവാനും ശലഭാസനം വളരെ നല്ലതാണ്. നടുവേദന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ആശ്വാസം ലഭിക്കുന്നു. അതിനുശേഷം 2 കാലും ഒരുമിച്ച് ഉയർത്തുന്നതാണ് പൂർണ്ണ ശലഭാസനം. താടി നിലത്തിരിക്കട്ടെ. കൈകൾ മെല്ലെ അമർത്തി കൊടുക്കുക തറയിൽ. കാലുകൾ പൊന്തുന്നത് സുഖമാക്കുവാൻ. ശ്വാസം വിടുമ്പോൾ മെല്ലെ താഴോട്ട് വരട്ടെ. സ്വല്പം റിലാക്സ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഒന്നുകൂടെ ശലഭാസനം ചെയ്യുക. കൈകൾ തൊടയുടെ അടിയിൽ കമിഴ്ത്തി വെക്കുന്നതാണ് സൗകര്യപ്രദം. അപ്പോൾ നിലത്ത് അമർത്തുവാൻ സാധിക്കും. അതിന് ബുദ്ധിമുട്ടുള്ളവർ കൈകൾ മലർത്തി വെക്കാം. താടി നിലത്ത് വെച്ച് തല ഉയർത്തേണ്ടതില്ല. ഇനി തല സ്വല്പം ഉയർന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരുന്നു. ആദ്യം റിലാക്സ് ചെയ്തതുപോലെ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ, ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈപ്പത്തി വെച്ച് ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് റിലാക്സ് ചെയ്യുക. കാലുകൾ അകന്നിരിക്കട്ടെ. കഴുത്തിൻ്റെ മസിലുകൾ, പേശികൾ എല്ലാം നന്നായി റിലാക്സ് ചെയ്യണം. നട്ടല് നന്നായി റിലാക്സ് ചെയ്യട്ടെ. ഇതിന് മകരാസനം എന്നാണ് പറയുക. 1 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം ധനുരാസനത്തിലേക്ക് കടക്കാം. ധനുരാസനം എന്ന് പറഞ്ഞാൽ ശരീരം ഒരു ധനുസ് എന്ന് പറഞ്ഞാൽ വില്ലാണ്. ശരീരം വില്ല് പോലെ വളയ്ക്കുകയാണ്. കാലിൻ്റെ മുട്ടുകൾ ആദ്യം മടക്കുക. അതിനുശേഷം തല ഉയർത്തിക്കൊണ്ട് കാലിൻ്റെ ആംഗിളിൽ പിടിക്കുക. തല ഉയർത്തുക. പരമാവധി തല മുകളിലേക്ക് ഉയരട്ടെ. കൈകളും കാലുകളും തമ്മിലൊരു വടംവലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വലിക്കുക. ശ്വാസം വിടുമ്പോൾ താഴേക്ക് വരിക. നിവർന്ന് കിടക്കുക. ആദ്യഘട്ടങ്ങളിൽ പരിശീലനത്തിൻ്റെ സമയം കുറവാണ്. പിന്നീട് ഈ ആസനത്തിൽ, ധനുരാസനത്തിൽ ദൈർഘ്യം നീട്ടിക്കൊണ്ട് വരാം. തല സ്വല്പം കൂടെ ഉയർന്ന് നന്നായി ശ്വാസം എടുത്തതിന് ശേഷം താഴേക്ക് വരുന്നു. റിലാക്സ് ചെയ്യുക. 2-3 പ്രാവശ്യം ആവർത്തിക്കാം. പരിശീലനത്തിൽ കുറേ മുന്നോട്ട് പോയതിന് ശേഷം ഈ ധനുരാസനം എന്ന പോസ്ചറിൽ തന്നെ നിന്നുകൊണ്ട് ബ്രീത്തിങ് ചെയ്യുവാൻ സാധിക്കും. എല്ലാവിധമായ പേശിവേദന, ജോയിൻറ്റ് വേദന, സന്ധികൾ ഉണ്ടാകുന്ന വേദന, വീക്കം, സന്ധിവാദം, വാമവാദം തുടങ്ങിയ വാദസംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ജോയിൻറ്റ് വേദനകൾക്ക്, ദഹന സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ദഹനം ത്വരിതപ്പെടുന്നതിന്, ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന്, നട്ടലിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നതിനെല്ലാം ധനുരാസനം അത്യന്തം ഉത്തമമായ പ്രാക്ടീസാണ്. റിലാക്സ് ചെയ്യുക.
മകരാസനം കൈകൾ രണ്ടും ഫേസിനടിയിൽ വെച്ച് ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചുകൊണ്ട് ശരീരം നന്നായി റിലാക്സ് ചെയ്യണം. നട്ടെല്ല് റിലാക്സ് ചെയ്യട്ടെ. തലയുടെ ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം ഒക്കെ നന്നായി റിലാക്സ് ചെയ്യാം.